പക്ഷെ ഇന്നിപ്പോൾ രാവിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, റിയാസ് പരാജയപ്പെട്ടാൽ റിയാസിനോട് മൊട്ടയടിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അൻവർക്കയുടെ നിലവാരത്തിലുള്ള ആരെങ്കിലും ഒക്കെ വെല്ലുവിളിക്കുക, അവരോടൊപ്പം വരുന്ന പത്രസമ്മേളനം നടത്തുക, ഇതൊക്കെയാണ് അൻവർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ തല മൊട്ടയടിക്കൂല പക്ഷെ മൊട്ടയിടാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ മുഹമ്മദ് റിയാസ് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഈ PV അൻവർ ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കുക, അത് മെയ് 15 പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇദ്ദേഹം ഇത് എത്രാമത്തെ പാർട്ടിയാണ് രൂപീകരിക്കുന്നത്? നമസ്കാരം സാറേ. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നു, നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഏറ്റവും രസകരമായൊരു കമൻറ്റ് നടത്തിയിട്ടുള്ള ആരെന്ന് വെച്ചാൽ ഒത്തുള്ളൂ PV അൻവർ. കോഴിക്കോട് അങ്ങാടിയിൽ താൻ തോറ്റ തല മുട്ടയടിച്ച് നടക്കും, കമ്മലിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞൊരു സാധനം. ചിലപ്പോൾ അത് സ്വന്തം സർവേയിലുള്ള വിശ്വാസമാവും, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ സർവേയിലുള്ള വിശ്വാസമാവും. ഇപ്പം ഇന്ന് രാവിലെ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്, PV അൻവർ വിമതരെ എല്ലാം കൂട്ടുപിടിച്ചൊരു CPM വിമത സംഘടന രൂപീകരിക്കും, ഒരു പാർട്ടി രൂപീകരിക്കും, മെയ് 15 അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നടത്തുമ്പോൾ സത്യത്തിൽ PV അൻവർ വലിയൊരു രാഷ്ട്രീയ ഭാവിയാണോ ഇനി മുന്നിൽ കാണുന്നത്? PV അൻവറിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ആണ് നമ്മളൊരു വാർത്ത പുറത്തുവിട്ടത്. അതായത് ഈ PV അൻവർ ഈ തലമുട്ടയടിച്ച് നടക്കും, അതായത് പരാജയപ്പെട്ടാൽ മുഹമ്മദ് റിയാസിനോട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തലമുട്ടയടിച്ച് കോഴിക്കോട് അങ്ങാടി കൂടെ നടക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. പക്ഷേ അൻവർക്ക് ഈ പ്രശ്നം പറ്റിയ എവിടെയെന്ന് വെച്ചാൽ, അൻവർക്ക് ഈ കൃത്യമായിട്ടുള്ള മൊത്തം ഈ എക്സിറ്റ് പോളിലുള്ള മണ്ഡലങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബേപ്പൂരും ബാലുശ്ശേരിയും നമ്മൾ പുള്ളിക്ക് മാറിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ സ്വന്തം സർവേയിൽ പുള്ളിക്കാരന് 17,900 വോട്ടിന് പുള്ളി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് പുള്ളി നോക്കാൻ മറന്നുപോയി. പുള്ളി നോക്കിയപ്പോഴത്തേക്ക് 89 സീറ്റ് UDF. അപ്പോൾ അതിൽ ബേപ്പൂരും പെടും എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം വലിയ വായിൽ ഡയലോഗ് വിട്ടത്, ഞാൻ പരാജയപ്പെട്ടാൽ മൊട്ടയടിച്ച് കോഴിക്കോട് അങ്ങാടിക്കൂടെ നടക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, റിയാസ് പരാജയപ്പെട്ടാൽ റിയാസിനോട് മൊട്ടയടിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ മറ്റേ പ്രസ് ക്ലബ്ബിൽ ഇരുന്നല്ലേ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്, റിയാസിന് ധൈര്യമുണ്ടെങ്കിൽ പ്രസ് ക്ലബ്ബിൽ വരട്ടെ, പ്രസ് ക്ലബ്ബിൽ വന്നിട്ട് പുള്ളിയോടൊപ്പം, അതായത് PV അൻവറിനോടൊപ്പം ഇരുന്ന് വെല്ലുവിളി ഏറ്റെടുക്കണം റിയാസ് എന്നാണ് പറയുന്നത്. കാരണം ഇതേമാതിരിയുള്ള കുട്ടികളിക്ക് ഇതുപോലുള്ള നിലപാടില്ലായ്മയുടെ കൂടെ പോയിരിക്കുന്ന പണിയാണോ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭരിക്കുന്ന, പൊതുമരാമത്തും ടൂറിസവും ഒക്കെ ഭരിക്കുന്ന ഒരു മന്ത്രിക്കുള്ളത്? അപ്പോൾ അതുകൊണ്ട് റിയാസ് ഏതെങ്കിലും അങ്ങനെയുള്ള കുട്ടികളിലേക്ക് പോകുന്ന ഒരു മന്ത്രിയല്ല. റിയാസിനൊരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൽ നിന്ന് താഴേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രസ് മീറ്റിന് പോയിരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസ് തയ്യാറാവില്ല എന്നുള്ള കാര്യം അൻവർക്ക് മനസ്സിലാക്കുന്ന നല്ലതാണ്. അൻവർക്കയുടെ നിലവാരത്തിലുള്ള ആരെങ്കിലും ഒക്കെ വെല്ലുവിളിക്കുക, അവരോടൊപ്പം വരുന്ന പത്രസമ്മേളനം നടത്തുക, ഇതൊക്കെയാണ് അൻവർക്ക് ചെയ്യേണ്ടത്. അല്ല, ചിലപ്പോൾ ഈ വരില്ല എന്നുള്ളൊരു ധൈര്യത്തിലും ആവാലോ. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയട്ടെ, കാരണം ഈ വഴിയിൽ കിടന്ന് എത്രയോ പട്ടികൾ കുരയ്ക്കുന്നു. ആ കുരയ്ക്കുന്ന പട്ടികൾക്കെല്ലാം നേരെ നമ്മൾ കല്ലെറിയാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവൂ? ഇല്ലല്ലോ. കാരണം ഈ മുഹമ്മദ് റിയാസിൻ്റെ സൈലൻസ്, നിശബ്ദതയാണ് PV അൻവറിനെ പലപ്പോഴും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. PV അൻവർ ബേപ്പൂരിൽ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഒരുപാട് വീടുകളിൽ പോയിട്ട് ഒരുപാട് CPM അനുഭാവികളെ അല്ലെങ്കിൽ ഒരുപാട് ഇടത് അനുഭാവികളെയൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് PV അൻവർ അടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ തല മൊട്ടയടിക്കൂല പക്ഷെ മൊട്ടയിടാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ മുഹമ്മദ് റിയാസ് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? മുഹമ്മദ് റിയാസിൻ്റെ അവകാശവാദം എന്താണ്? 82,000 വോട്ട് താൻ നേടും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ബാക്കിയുള്ളത് മെയ് 4 പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. പക്ഷെ എന്ന് കരുതിയിട്ട് ഈ 82,000 വോട്ട് തനിക്ക് കിട്ടും എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കുന്നാവോ? PV അൻവറിന്റെ ഇന്ന് രാവിലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നതാണ് 82,000 വോട്ടുകൾ താൻ നേടുമെന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ VD സതീശനല്ലേ ഏറ്റവും വലിയ പറ്റിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ടീം UDF 100-ൽ പരം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് ശരിയാണോ? അത് അങ്ങനെയുണ്ടെങ്കിൽ അതിനെ വിമർശിക്കണ്ടേ? ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ അത്? കാരണം താൻ പറയുമ്പോൾ അതെല്ലാം ശരി, എന്നാൽ മറ്റുള്ളവർ പറയുമ്പോൾ തെറ്റാകുന്നത് എങ്ങനെയാണെന്നേ? PV അൻവറിനുള്ള അതേ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ മുഹമ്മദ് റിയാസിനുമുണ്ട്. മുഹമ്മദ് റിയാസിന്റെ ആത്മവിശ്വാസം പറയുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. അതിന് ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? ഇദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ലാതെ നടക്കുന്നയാളാണോ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു മന്ത്രിയല്ലേ? ജനങ്ങൾ തെരഞ്ഞെടുത്ത് MLA ആവുകയും പിന്നീട് മന്ത്രിയാവുകയും കൃത്യമായിട്ട് ഈ സംസ്ഥാനത്ത് മന്ത്രി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയല്ലേ മുഹമ്മദ് റിയാസ്? പരസ്പരം പ്രകോപിപ്പിച്ച് വാഗ്വാദത്തിൽ ഏർപ്പെടാനുള്ള രാഷ്ട്രീയ അതിനൊന്നും പോയി പെടുന്ന ആളല്ലെന്നേ. കാരണം എന്താ, മുഹമ്മദ് റിയാസ് ഇന്നലെ രാവിലെ രാഷ്ട്രീയത്തിൽ വന്നയാളാണോ?
SFIയിലൂടെയും DYFIയുടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു നേതാവല്ലേ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് ഇതുപോലെ ഒരു കൊളുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് വന്ന് കൊത്തുന്നയാളാണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ PV അൻവറിനോടൊപ്പം താളം കളിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണോ? കാരണം PV അൻവറിനെ സംബന്ധിച്ചിട്ട് മുഹമ്മദ് റിയാസ് ഒരു മരുമകൻ മാത്രമായിരിക്കാം മുഖ്യമന്ത്രിയുടെ. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മുഹമ്മദ് റിയാസിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്ന് PV അൻവർ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. കാരണം ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന തളിപ്പറമ്പിൽ മത്സരിച്ച CPM വിമതൻ, ഈ CPM വിമതനൊക്കെ ഏതെങ്കിലും ഒരു കാരണവശാൽ PV അൻവർ രൂപീകരിക്കാൻ പോകുന്ന പാർട്ടിയുടെ ഭാഗമാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? സുരേഷ് ഭാഗമായേക്കും. സുരേഷ് ആരാണെന്നേ? സുരേഷ് ആരാണ്? സുരേഷ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദനെ കൈപിടിച്ച് നടത്താൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് മരുന്നെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ കമ്മിറ്റി നിയമിച്ച ഒരു വ്യക്തി മാത്രമാണ്. ഇപ്പോൾ ഒരാളൊരു ബുദ്ധിജീവിയുടെ പരിവേഷം എടുത്തണിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്ന് ഒരു സിനിമയുണ്ട്, ഒരു കോളേജ് ക്യാമ്പസിൻ്റെ ഒരു ഇതിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അതിനകത്ത് മണിയമ്പിള്ള രാജു എപ്പോഴും തമാശയൊക്കെ പറഞ്ഞു അതുകൊണ്ട് മണിയമ്പിള്ള രാജു ഒരു ദിവസം ജുബ്ബയും ഒരു തുണിസഞ്ചിയൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ ഇൻ്റലക്ച്വൽ ആവാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ലിത്. സുരേഷൊക്കെ ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ്സുകാർക്ക് പക്വതയില്ലാത്ത ചില നേതൃത്വത്തിന്റെ ചില തെറ്റായ തീരുമാനമായിരുന്നു സുരേഷ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകും. ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒക്കെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ K മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ അറിഞ്ഞുകൊണ്ടെടുത്ത ഒരു തീരുമാനമാണ് സുരേഷിന്റെ കാര്യത്തിൽ എന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഇത് VD സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ചില വിസ്മയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള, അതായത് CPMന് വേണ്ടാത്ത സുരേഷിനെ പോലെയുള്ള ആളുകളെയൊക്കെ കോൺഗ്രസിന് ചുമക്കേണ്ടി വന്നത്. അങ്ങനെ ചുമക്കേണ്ടി വന്നതുകൊണ്ട് മലമ്പുഴയിൽ മത്സരിക്കേണ്ട ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ, അല്ലെങ്കിൽ ഒരു KSUക്കാരൻ്റെ, അല്ലെങ്കിൽ ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ അവസരമാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള യാഥാർത്ഥ്യം ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഈ TK ഗോവിന്ദനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ V കുഞ്ഞികൃഷ്ണനോ, അല്ലെങ്കിൽ G സുധാകരനോ, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ PV അൻവർ രൂപീകരിക്കുന്ന പാർട്ടിയുടെ ഭാഗമാകുമോ? എന്തൊരു അബദ്ധമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ആരാണെന്ന് ഈ PV അൻവർ? 2 പ്രാവശ്യം നിലമ്പൂരിൽ നിന്ന് MLA ആയി, പിന്നെ ഒരു പ്രാവശ്യം പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. അതിനു മുമ്പ് പിന്നീട് വയനാട് നിന്ന് മത്സരിച്ച് തോറ്റു. എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ പിതാവിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ടായിരിക്കാം. കുതികാലുവെട്ടിന്റെ രാഷ്ട്രീയമല്ലേ അൻവർക്കയുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. നമ്മൾ സ്വയമായിട്ട് വിചാരിക്കും നമ്മളെന്തോ വലിയ സംഭവമാണെന്ന്. ഒന്നുമല്ല. ഇന്നിപ്പോൾ സുജിത് ദാസിനെതിരെയുള്ള കേസ് തള്ളിപ്പോയില്ലേ? എന്തായി? അത് ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ PV അൻവറിന്റെ ഓരോ ആരോപണങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഈ PV അൻവർ ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കുക, അത് മെയ് 15 പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇദ്ദേഹം ഇത് എത്രാമത്തെ പാർട്ടിയാണ് രൂപീകരിക്കുന്നത്? ആദ്യം ഒരു DMK, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടന ഉണ്ടാക്കി. അതിനുശേഷം അത് DMKയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവിടെ നിന്ന് അവർ ചവിട്ടിപ്പുറത്താക്കി. അത് കഴിഞ്ഞ ശേഷം AAPയുടെയും ഈ പറഞ്ഞ സമാജ്വാദി പാർട്ടിയുടെയും പടിവാതിൽക്ക് പോയി നിന്നു. അവിടെ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം പിന്നെ TMCയുടെ ഭാഗമായിട്ട് മാറി. TMCയുടെ പേരിൽ കുറച്ച് പരിപാടികൾ സംഘടിപ്പിച്ചു. കുറേ നല്ല നേതാക്കന്മാരെയൊക്കെ TMCയുടെ നേതൃത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം അവരെയൊക്കെ കൊണ്ട് പെരുവഴിയിലിട്ടു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു, ഞാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും TK ഗോവിന്ദൻ എന്ന് പറയുന്നയാളും V കുഞ്ഞികൃഷ്ണനും ഒക്കെ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായിട്ടിരുന്നിട്ടുള്ള ആളുകളല്ലേ? G സുധാകരൻ എന്ന് പറയുന്ന ആള് ആരായിരുന്നു എന്നുള്ള കാര്യം PV അൻവർ ഒന്നുകൂടി ഇരുത്തി പഠിക്കുന്നത് നല്ലതാണ്. ആ മനുഷ്യനൊക്കെ PV അൻവറിന്റെ മുദ്രാവാക്യം വിളിച്ച് PV അൻവർ എൻ്റെ ലീഡറാന്ന് പറയുന്നത് വിചാരിക്കുന്നുണ്ടോ? സജീവ് അഞ്ഞക്കടമ്പൻ പറയും. ഇത് നമ്മൾ ഇതിന് മുമ്പൊരു ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. സജീവ് അഞ്ഞക്കടമ്പൻ PV അൻവറിന്റെ നേതാവാണ് എന്ന് പറയും. പക്ഷെ ഒരു കാരണവശാലും G സുധാകരനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ V കുഞ്ഞികൃഷ്ണനോ, ഈ പറഞ്ഞ TK ഗോവിന്ദനോ ഒന്നും ഒരിക്കലും ഈ പറഞ്ഞ PV അൻവറുമായിട്ട് ഒരു സമവായത്തിനും തയ്യാറാവത്തില്ല. കാരണം എന്ത് രാഷ്ട്രീയമാണ് പിന്നെ? PV അൻവറിന്റെ രാഷ്ട്രീയമാണോ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ഒക്കെ ഉള്ളത്, G സുധാകരനും ഒക്കെ ഉള്ളത്? അവരോടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, അവർക്കൊക്കെ അവരുടേതായിട്ട് അവർ പ്രവർത്തിച്ചു വന്നിരുന്നൊരു പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ ഇല്ലേ? ഇന്നവർക്ക് അധികാരമോഹം അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചില തെറ്റുകളിൽ പോയി ചാടിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇന്നലെ അവർ പ്രവർത്തിച്ചിരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് CPM പോലുള്ളൊരു മഹത്തായ പ്രസ്ഥാനത്തിലല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഈ PV അൻവറിനെ പോലെ ഇന്ന് ഒരു നിലപാട്, നാളെ വേറൊരു നിലപാട്. ഇന്നലെ പറഞ്ഞ് മുട്ടയടിക്കുമെന്ന്, ഇന്ന് പറയുന്നത് ഞാനല്ല മുട്ടയടിക്കണമെന്ന് പറഞ്ഞത്, ഞാൻ റിയാസിനെ വെല്ലുവിളിച്ചതാണ്.
ഈ വെറുതെ ഇരിക്കുന്നതിൻ്റെ അവിടെ പോയിട്ട് കുത്തിയിട്ട് എന്തെങ്കിലും മറുപടി കിട്ടുമോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു കക്ഷിയാണ് PV അൻവർ. അതിനപ്പുറത്തേക്ക് വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ല. അൻവറിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഒരു സാധനത്തിൽ ഒരു വർഷത്തിലപ്പുറം നിൽക്കില്ല എന്നുള്ളൊരു ഉറപ്പല്ലേ? കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അൻവറിനെ സംബന്ധിച്ചിട്ട് മാനസിക നില തന്നെ തകരാറിലാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയ ഭാവി PV അൻവർ എന്ന ഒരു വ്യക്തിക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റി സ്വയം കളഞ്ഞു കുളിച്ചതാണ്, വേറെ ആരും കളഞ്ഞതല്ല. PV അൻവർ തന്നെയാണ് PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റി കളഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ആദ്യം കുറേയധികം വലിയ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അതിനുശേഷം ഈ ആരോപണങ്ങളൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ PV അൻവർ മുട്ടയടിക്കും എന്നുള്ള ഇന്നലത്തെ നിലപാട് ഇന്ന് മുട്ടയടിക്കൂല എന്നാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള PV അൻവറിൻ്റെ കൂട്ടത്തിൽ G സുധാകരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ TK ഗോവിന്ദനോ ഈ പറഞ്ഞ V കുഞ്ഞികൃഷ്ണനോ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നിപ്പോൾ അദ്ദേഹം കണ്ണൂരാണുള്ളത്. കണ്ണൂർ വരെയുള്ള ഡീസൽ അടിച്ച് ആ ഡീസൽ കാശ് കളയാതെ മര്യാദയ്ക്ക് വീട്ടിൽ കയറി ഇരിക്കുന്നതായിരിക്കും മെയ് 4 വരെ PV അൻവറിന് നല്ലതാണ് എന്നൊരു ഉപദേശം മാത്രം നൽകിക്കൊണ്ട് അൻവർക്ക സിന്ദാബാദ് എന്ന് വിളിക്കാനായിട്ട് നമ്മളില്ല, അൻവർക്ക ലീഡർ എന്ന് വിളിക്കാനും നമ്മളില്ല. അൻവർക്ക ജയിച്ചു വരികയാണെങ്കിൽ അൻവർക്കയുടെ മിടുക്ക് എന്ന് നമ്മൾ പറയും.